ഏഷ്യാനെറ്റ് ഇന്നലെ പറഞ്ഞല്ലോ, എന്റെ പടം കാണിച്ചിട്ടല്ലേ നിങ്ങൾ പറഞ്ഞത് സിസ്റ്റർ? അതെയല്ലേ? എന്താണ് ഞാൻ ചെയ്ത പിഴവെന്ന് പറഞ്ഞാട്ടെ? അല്ല, നിങ്ങളാണല്ലോ കാർഡ് കൊടുത്തേ. അപ്പൊ ഞാൻ ചെയ്ത പിഴവ് നിങ്ങളൊന്ന് പറഞ്ഞാട്ടെ. അല്ല, എന്റെ ചോദ്യം എനിക്ക് എന്നോട് നിങ്ങൾ 100 ചോദ്യം ചോദിക്കുമ്പോൾ എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ള ഇതില്ലേ? അല്ല അല്ല ഞാൻ ചോദിച്ചത് ഞാൻ ചെയ്ത പിഴവ് എന്താണെന്ന് പറഞ്ഞാട്ടെ. അല്ലല്ല അല്ല 2014-ലോ 2017-ലോ ആണോ? അതിൽ തർക്കമുണ്ടോ ഏഷ്യാനെറ്റിൽ? അല്ല ഞാൻ ചോദിക്കട്ടെ, ആണോ? അതിൽ സംശയമുണ്ടോ? സംശയം ഇല്ലല്ലോ. UDF-ന്റെ കാലത്തും ആകാം എന്നുള്ളതാണ്. പക്ഷേ എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു, അർഷീന പറയുന്നത് വിശ്വസിക്കുന്നു. മന്ത്രിസഭ 2 ലക്ഷം രൂപ കൊടുക്കാൻ തീരുമാനിച്ചല്ലോ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താ സർക്കാരിന് ചെയ്യാവുന്ന കാര്യം? കേസ് പോലീസിലേക്ക് കൊടുത്തോ? പരാതി കൊടുത്തോ? പോലീസിൽ പരാതി കൊടുത്തോ? അർഷീനയുടെ കേസിൽ ഇത് പോലീസിലേക്ക് കൊടുത്തോ? പറഞ്ഞോളൂ. അല്ലെ, ഒരു വെയിറ്റ് പറഞ്ഞാട്ടെ. അത് നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ തെറ്റിദ്ധരിപ്പിക്കും. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് അർഷീനയുടെ സംഭവം ആരോഗ്യവകുപ്പ് ആഭ്യന്തര വകുപ്പിലേക്ക് കൊടുത്ത് കേസുണ്ടോ നിലവിൽ? ആ നീതിയാണ് തിരിച്ചു വന്നിട്ട് 2 ലക്ഷം രൂപ മന്ത്രിസഭ തീരുമാനിച്ച സമാശ്വാസം. ആദ്യ സമാശ്വാസം എന്നുള്ള നിലയിൽ കൊടുത്തിരുന്നോ? അല്ല, രണ്ടാമത്തെ കാര്യം അത് ആദ്യ സമാശ്വാസമാണല്ലോ. രണ്ടാമത് ഈ കേസ് പോലീസ് ഏറ്റെടുത്തിട്ടുണ്ടോ? കോടതിയിൽ കേസുണ്ടോ? പറഞ്ഞാട്ടെ, എനിക്ക് അങ്ങേക്ക് അറിയാമോ എന്നൂടെ അറിയാൻ വേണ്ടിയിട്ട്. ഉണ്ടോ? ഇല്ല അവരില്ല. അല്ലല്ല, ഇതിലാണ് ചോദിച്ചത്. അപ്പോ അതില് കോടതി കേസ് നടക്കുകയാണ്. കോടതിയുടെ വിധി അനുസരിച്ചിട്ട് അതിൽ തീരുമാനമുണ്ടാകും എന്നുള്ളത് പറഞ്ഞു. അത് ഏത് വ്യക്തിയാണെങ്കിലും, ഈ ഒരു ഡോക്ടേഴ്സും ഒരു ആരോഗ്യ പ്രവർത്തകരും അവർ സർജിക്കൽ പ്രൊസീജിയേഴ്സ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് തന്നെ ചെയ്യണം. സാധാരണക്കാർക്ക് ഒരു കാരണവശാലുള്ള പിഴവുകൾ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ പിഴവുണ്ടായാൽ മുഖം നോക്കാതെ നടപടിയെടുക്കും. സാധാരണക്കാർ വിഷമിക്കാൻ പാടില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞത് അന്വേഷണ വിധേയമായിട്ടാണ് സസ്പെൻഡ് ചെയ്തിട്ടുള്ളത് ആ ഡോക്ടറിനെയും. അങ്ങനെ നടപടിയെടുത്തു. അങ്ങനെ നടപടിയെടുത്തു. അത് മാത്രമല്ല, മറ്റ് നിയമ നടപടികൾ സ്വീകരിക്കും. ഒറ്റ കാര്യം ഉറപ്പിച്ച് പറയാനുള്ളൂ, ആരെന്ത് പറഞ്ഞാലും ആരോഗ്യ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള വീഴ്ച, കാരണം സാധാരണക്കാരായ ആളുകൾ വരുന്നതാണ് ആശുപത്രി. ആ ആശുപത്രിയിൽ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് ഡോക്ടർമാർ. അത് സ്വകാര്യ ആശുപത്രിയാണെങ്കിലും സർക്കാർ ആശുപത്രിയാണെങ്കിലും അതിലൊരു കാരണവശാലും പിഴവുകൾ ഉണ്ടാകാനായിട്ട് പാടില്ല. ആ വ്യക്തികൾ, ആ കുടുംബം അനുഭവിക്കുന്ന വേദനയ്ക്ക് ഒരു എന്തും പകരം വെച്ചാലും അതിന് പകരമാവില്ല. അപ്പോ ആ നിലയിൽ അത് സർക്കാർ സംവിധാനത്തിലാണെങ്കിലും സ്വകാര്യ ആശുപത്രിയിലാണെങ്കിലും ഒരേപോലെ തന്നെ നമ്മളത് കാണണം. സർക്കാർ സംവിധാനത്തിൽ പ്രത്യേകിച്ചും ഗവൺമെന്റ് അതിന് ഉത്തരവാദിത്തപ്പെട്ടുകൊണ്ട് അതിലാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും എന്നുള്ളത് തന്നെയാണ്.